ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ പുതിയ ക്ലാസ്സുകൾ കൂടി അപ്ലോഡ് ചെയ്യുകയാണ്. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡും കേരള PSCയും ഒക്കെ സഹകരണ മേഖലകളിലേക്ക് നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൂടി ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അതായത് CSEB നടത്തുന്ന ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ടൈപ്പിസ്റ്റ് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൂടി ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡെയിലി നമുക്ക് PSC റിലേറ്റഡ് ആയിട്ടുള്ള PSCയുടെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ CSEBയുടെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യറിലേക്കുള്ള ക്ലാസ്സുകളും നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് CSEB നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. എക്സാം ഫെബ്രുവരി 15, 2025 ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യറിൻ്റെ പരീക്ഷ. ആ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഇന്നു മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഒരു മാസമൊന്നും നമുക്ക് സമയമില്ല, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു റിവിഷൻ പോലെ, ഒരു ഫൈനൽ റിവിഷൻ പോലെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ബേസ് ആയിട്ട് ലെവൽ ഓരോ ക്ലാസ്സുകൾ ചെയ്തു തുടങ്ങുന്നതാണ്. ഇപ്പം ഈ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം റീസെൻ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുള്ളത് ഫെബ്രുവരി 15, 2025 കാറ്റഗറി നമ്പർ 13/2024 ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ. ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസിൻ്റെ അമെൻമെൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞു. അപ്പം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസ് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് CSEB ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യറിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഓഗസ്റ്റ് 25, 2024 നടന്നിട്ടുള്ളത്. 1050/2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. നമുക്കറിയാം 160 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചോദ്യപേപ്പറാണ്. അതിൽ ആദ്യത്തെ ഇംഗ്ലീഷ്, മാത്സ്, GK അത് വേറൊരു ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇന്ന് നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ബാങ്കിങ്, കോർപ്പറേഷൻ, ആക്ട് ആൻഡ് റൂൾസ് തുടങ്ങിയ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതുമായി റിലേറ്റ് ചെയ്ത് ഓരോ ചോദ്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റ് കൂടിയാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1050/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. A കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. അതിൽ 61ാമത്തെ ചോദ്യം മുതലാണ് സബ്ജക്റ്റ് ബേസ്ഡ് ക്ലാസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് മുതൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. അതുമാത്രമല്ല, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ എടുത്തു പറയും. പിന്നെ അതോടൊപ്പം ഉള്ള ഫാക്ട്സുകൾ പറഞ്ഞു പോവുകയാണ്, റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞു പോവുകയാണ്. നിങ്ങളത് നോട്ട് ചെയ്ത് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് എഴുതി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ നമുക്ക് നോട്ട് അപ്ലോഡ് ചെയ്ത് പഠിക്കാനുള്ള സമയം വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ. ഈ എക്സാമിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമുക്ക് നോട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഇന്ന് നോക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. 61ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ ഫസ്റ്റ് റീജിയണൽ ഓഫീസ് ഓഫ് ICA? വിച്ച് ഈസ് ദ ഫസ്റ്റ് റീജിയണൽ ഓഫീസ് ഓഫ് ICA? ICAയുടെ ആദ്യത്തെ റീജിയണൽ ഓഫീസ് ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത്
ഓപ്ഷൻ എ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. ഇതാണ് നമ്മുടെ ഉത്തരം. ICAയുടെ ആദ്യത്തെ റീജിയണൽ ഓഫീസ് ഏതാണ്? റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എന്നാണ് ഉത്തരം. ഇതിൽ ICAയുടെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ICAയുടെ ഫുൾ ഫോം, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICA എസ്റ്റാബ്ലിഷ് ചെയ്തത്, നോട്ട് ചെയ്യുക, 1895 ഓഗസ്റ്റ് 19-നാണ്. 1895 ഓഗസ്റ്റ് 19-നാണ് ICA എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടൻ ആയിരുന്നു. അതിനുശേഷം 1982 ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് 2013 വീണ്ടും ഇത് റിട്ടേൺ ബ്രസൽസ് ബെൽജിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉണ്ടായ മാറ്റം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ലണ്ടൻ ആയിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നീട് 1982 ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നീട് 2013 ബ്രസൽസ് ബെൽജിയത്തിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഇത്രയും ഭാഗം ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ICAയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്യുക. ICA എപ്പോഴാണ്, ഏത് വർഷമാണ് പൊളിറ്റിക്കലി ന്യൂട്രൽ ആയത് എന്നൊരു ചോദ്യം ചോദിക്കാം. 1896 ICA പൊളിറ്റിക്കലി ന്യൂട്രാലിറ്റി ആയത്. 1896 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പോവുക. ഇനി ICAയുടെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ICA ബുള്ളറ്റിൻ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി. ICA ബുള്ളറ്റിൻ, കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, ഇത് രണ്ടുമാണ് ICAയുടെ പ്രധാനപ്പെട്ട 2 പബ്ലിക്കേഷൻസ്. ഇനി നമുക്ക് ICAയുടെ റീജിയണൽ ഓഫീസുകൾ അത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകളാണ്. The alliance established a regional office for Asia and Pacific established in New Delhi, India. ഇന്ത്യയിലെ നമുക്കറിയാം റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂഡൽഹിയിലുള്ള റോപ്പാണ്. റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ബനൗ ഹൗസ്, BONOW, ബനൗ ഹൗസ് റിലേറ്റഡ് ടു റോപ്പ്, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. 14 നവംബർ 1960 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, അതുകൂടി ഓർത്തിരിക്കുക. ഇനി റീജിയണൽ ഓഫീസ് ഫോർ ഈസ്റ്റ്, സെൻട്രൽ ആൻഡ് സദേൺ ആഫ്രിക്ക, അത് ടാൻസാനിയയിലാണ്, അഥവാ ഈസ്റ്റ് ആഫ്രിക്ക എന്ന് അറിയപ്പെടുന്നു. പിന്നീട് റീജിയണൽ ഓഫീസ് ഫോർ സൗത്ത് അമേരിക്ക ബ്രസീലാണ്, അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ICAയുടെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ICAയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആരാണ്? രാംദാസ് പന്തലു ആണ്. രാംദാസ് പന്തലു, അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2012 യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ഇയർ ഫോർ കോപ്പറേറ്റീവ്സ് ആയിട്ട് ആചരിക്കുകയുണ്ടായി. അന്നത്തെ തീമെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ്സ് എൻ്റർപ്രൈസ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ് അതിൻ്റെ തീം. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ICAയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ICAയുടെ ബേസിക് ആണ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതുമായിരിക്കും. എന്നാലും എക്സാം വ്യൂ ഓഫ് പോയിന്റിൽ എല്ലാ പോയിന്റും കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ICAയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വരും ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്തു തരാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. റീജിയണൽ ഓഫീസുകൾ 4 ഉണ്ട്. പിന്നെ റോപ്പ് എന്ന് പറയുന്നത് എന്താണ്? റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്, ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത്, അതായത് 62ാമത്തെ ചോദ്യം. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണെന്നാണ് ഉത്തരം. ദിലീപ് ഷങ്ഹായി. ദിലീപ് ഷങ്ഹായി. നമ്മൾ എക്സാം അടുക്കുന്നതോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള ചെയർമാൻമാർ അപ്പോയിൻമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പോഴത്തെ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്?
ദിലീപ് ഷഹായി ആണ്. NCUI ആണ് നമ്മൾ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. NCUI. ഈ NCUI ഒക്കെ എല്ലാ പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് മുന്നോട്ട് വരുന്നതനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് പോയിന്റുകൾ പറഞ്ഞുതരാം. ഇനി 63ാമത്തെ ചോദ്യം നോക്കിക്കേ. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റ് ഡാഷ് വെഞ്ചർ. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റ് ഡാഷ് വെഞ്ചർ. അതായത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംരംഭമാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ബാങ്കിങ് കമ്പനിയാണോ, ഓട്ടോണോമസ് സൊസൈറ്റി ആണോ, നോൺ ബാങ്കിങ് കമ്പനിയാണോ, അതോ അപ്പെക്സ് സൊസൈറ്റി ആണോ? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം ഓട്ടോണോമസ് സൊസൈറ്റി, അതായത് NCCT. നമുക്കറിയാം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ഷോർട്ട് ഫോം ആണ് NCCT. NCCT എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് സൊസൈറ്റിയാണ്. NCCT അഥവാ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് NCUI ആണ്. നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടേത് NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം NCCT എസ്റ്റാബ്ലിഷ് ചെയ്ത് അഥവാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUI ആണ്. ഇനി NCCT എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ജൂലൈ 1, 1976. 1/7/1976 NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്. NCCTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇത്രയും കാര്യം നോട്ട് ചെയ്യുക. ഇനി നമ്മുടെ ചോദ്യം ഏതായിരുന്നു? NCCT എന്ന് പറയുന്നത് എന്താണെന്നാണ് അവർ ചോദിച്ചിരുന്നത്. ഏത് തരത്തിലുള്ളൊരു വെഞ്ചറാണ് NCCT എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NCCT ഒരു ഓട്ടോണോമസ് സൊസൈറ്റിയാണ്. കാരണം എന്താ? NCCT ഈസ് ആൻ ഓട്ടോണോമസ് സൊസൈറ്റി പ്രൊമോട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ. അതുമാത്രമല്ല, NCCT ഒരു ഓട്ടോണോമസ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ കീഴിൽ? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കീഴിൽ ഓട്ടോണോമസ് സൊസൈറ്റി ആയിട്ടാണ് NCCTയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നോട്ട് ചെയ്യുക, NCCT എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് സൊസൈറ്റിയാണ്. ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860. ഇതിന് കീഴിലാണ് NCCT രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അതുമാത്രമല്ല, NCCT എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 5th 5-year പ്ലാനിൻ്റെ കാലഘട്ടത്തിലാണ്. 1976 ജൂലൈ 1 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു, അഥവാ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു. ഇത് 5th 5-year പ്ലാനിൻ്റെ കാലഘട്ടമാണ്. അതുകൂടി നോട്ട് ചെയ്യുക. അത് മാത്രമല്ല, NCCT ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത് അല്ലെ ഫോം ചെയ്തത് എന്ന് ചോദിച്ചാൽ, NCCT ഈസ് ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് MS സ്വാമിനാഥൻ കമ്മിറ്റി 1973. 1973 MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCCT എന്ന ഓട്ടോണോമസ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്. NCUI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോടുകൂടി തന്നെയാണ് NCCT നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞു MS സ്വാമിനാഥൻ കമ്മിറ്റി 1973യുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1976 ജൂലൈ 1 NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതൊരു ഓട്ടോണോമസ് സൊസൈറ്റിയാണ്. കാരണം ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 കീഴിലാണ്. ഓക്കെ ആണല്ലോ? ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് NCCTയുടെ പഠിക്കാനുണ്ട്. NCCT ഒരു എന്താണ് സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാണ് പറയേണ്ടത്. ഒരു 3-tier സ്ട്രക്ചറാണ് NCCTക്കുള്ളത്. അപ്പെക്സ് ലെവലിൽ വാംനികോം, മിഡിൽ ലെവലിൽ ICM, പ്രൈമറി ലെവലിൽ എന്താണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഇങ്ങനെയാണ് NCCTയുടെ 3-tier സ്ട്രക്ചർ എന്ന് പറയുന്നത്. വാംനികോമും ICMും ഒക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ NCCT ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. വഴിയെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇനി അടുത്ത ചോദ്യം ബേസിക്കായിട്ട് സാധാരണ നമ്മൾ HDCക്കും അല്ലെങ്കിൽ JDCക്കും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 64ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ സെക്യൂരിറ്റി ഫോർ ദ ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിന്
സെക്യൂരിറ്റി ആയിട്ട് നൽകുന്നത് എന്താണ്? നമുക്കറിയാം, ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് ആണ് അല്ലേ? ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സിനാണ് നമ്മൾ ക്രോപ്പ് ലോൺ സിസ്റ്റം അനുവദിക്കാറുള്ളത്. അപ്പം അതിൻ്റെ സെക്യൂരിറ്റി എന്ത് തന്നെയാണ്? ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് തന്നെയാണ്. അടുത്തത് 65ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കാം. എമംഗ് ദ ഫോളോവിങ് വൺ ഈസ് നോട്ട് ദ റെക്കമെൻഡേഷൻ ഓഫ് കപൂർ കമ്മിറ്റി, ചൂസ് ഇറ്റ്. കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയണമെങ്കിൽ കപൂർ കമ്മിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് അറിയേണ്ടത് കപൂർ കമ്മിറ്റി എന്താണ്. കപൂർ കമ്മിറ്റി എന്ന് നോക്കാം. കപൂർ കമ്മിറ്റിയെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്, ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ജഗദീഷ് കപൂർ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. എൻ്റെ ചെയർമാനാണ് ജഗദീഷ് കപൂർ. അതുകൊണ്ട് തന്നെയാണ് ജഗദീഷ് കപൂർ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നു. കപൂർ കമ്മിറ്റി അഥവാ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. 1999, 2000 കപൂർ കമ്മിറ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. 1999 to 2000 ഇതിൻ്റെ കാലഘട്ടമെന്ന് പറയുന്നത്. ഇനി ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി എന്താണ്? ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് കപൂർ കമ്മിറ്റി. നമുക്കറിയാം, ഈ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി അഥവാ കപൂർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ കപൂർ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫങ്ഷനിങ്ങിനെ പറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഫങ്ഷനിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് കപൂർ കമ്മിറ്റി അഥവാ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജഗദീഷ് കപൂറാണ്. മെയിനായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ ഒരു കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ഓഫ് ക്യാപിറ്റൽ ബേസ്, മിനിമലൈസേഷൻ ഓഫ് ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ വെയർ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് കപൂർ കമ്മിറ്റി. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആയിട്ട് കപൂർ കമ്മിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് 4 റെക്കമെൻഡേഷനാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൽ കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ. ഇത് കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ല. ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ തന്നെ ഏത് വിധത്തിലാണ് ഫണ്ട് മാനേജ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സിൻ്റെയൊക്കെ ഇൻറ്റേർണൽ ചെക്കുമാണ് കപൂർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷന്. ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാനിനെ പറ്റി കപൂർ കമ്മിറ്റിയിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇനി കപൂർ കമ്മിറ്റി അവരുടെ, ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് കപൂർ കമ്മിറ്റി. അവർ എന്തിനായിരുന്നു? റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഫങ്ഷനിങ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കമ്മിറ്റി വന്നത്. അവരുടെ പഠനം നടത്തിയതിന് ശേഷം എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ജൂലൈ 27, 2000 ജൂലൈ 27 കപൂർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷനാണ് സ്ട്രെങ്തനിങ് ക്യാപിറ്റൽ ബേസ്, മിനിമൈസേഷൻ ഓഫ് ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ്, cooperative societies must evolve as independent, self-reliant, autonomous and member-driven institutions, recommended professionalization, business diversification, recovery management, HRD and fund mechanism, setting up of cooperative rehabilitation and development fund, minimizing excessive control and regulation for sound development for the cooperative through its own principles. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. അതിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ ബിസിനസ് എങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്താം, പിന്നീട് എങ്ങനെ ഒരു ബിസിനസ്സിനെ ഫണ്ട് മാനേജ് ചെയ്ത് അവരുടെ HR ഡിവിഷനൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, ഈ വക കാര്യങ്ങളൊക്കെയാണ് കപൂർ കമ്മിറ്റി പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്.
പിന്നീട് 66-ാമത്തെ ചോദ്യമാണ് നമുക്ക് നോക്കേണ്ടത്. സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, എ ട്രെയിനിങ് സിസ്റ്റം ഇൻ കോർപ്പറേഷൻ ഹാസ് സ്റ്റാർട്ടഡ് ഇൻ. അതായത് നമുക്കറിയാം കോപ്പറേറ്റീവ് മേഖലയിലെ ഒരു ട്രെയിനിങ് സിസ്റ്റം എന്ന് പറയുന്നതാണ് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്. അത് തുടങ്ങിയ വർഷമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 2009. സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തത് 2009 മുതലാണ്. അടുത്തത് 67-ാമത്തെ ചോദ്യം. കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത്. കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത്. ഉത്തരം ഓൾ ഓഫ് ദി എബോ. അതായത് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ്സ് ഭരണം, കോപ്പറേറ്റീവ് ഗവേണൻസ് ഏതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, നോർമലി എന്തുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്, ഇവയെല്ലാം കോപ്പറേറ്റീവ് ഗവേണൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഓൾ ഓഫ് ദി എബോയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ജനറലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി 68-ാമത്തെ ചോദ്യം. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈസ് ദ സക്സസർ ഓഫ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈസ് ദ സക്സസർ ഓഫ്. എന്തിൻ്റെ സക്സസറാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ? എന്തിൻ്റെയാണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡിൻ്റെ സക്സസറാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ NCDC എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് കേട്ടിട്ടുണ്ടാവും, അവർ ഫുൾ ഫോമിൽ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. NCDC ഈസ് ദ സക്സസർ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്നാണ് പഠിക്കാനുള്ളത്. ഇനി NCDC എന്താണെന്ന് നോക്കാം. NCDC അഥവാ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് 13 മാർച്ച് 1963. 13 മാർച്ച് 1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. NCDCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. NCDC എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ NCDC വന്നിട്ടുള്ളത് നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. കോർപ്പറേഷനിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് NCDC നിലവിൽ വന്നിട്ടുള്ളത്. NCDCയും വെയർഹൗസിംഗ് ബോർഡും സെറ്റപ്പ് ചെയ്തത് 1956 അതിനുശേഷം 1963 വെയർഹൗസിംഗ് ആക്ടിവിറ്റി NCDCയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെയാണ് NCDC നിലവിൽ വരുന്നത് 1963. 1956 ഇത് രണ്ടും ഒരുമിച്ചാണ് നിലവിൽ വന്നത്. പിന്നീട് വെയർഹൗസിംഗ് ആക്ടിവിറ്റി 1963 സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയാണ് NCDC സെപ്പറേറ്റ് ആയിട്ട് മാറുകയുണ്ടായത്. NCDC ആക്ട് പാസ്സായത് 1962. നമ്മൾ പറഞ്ഞു ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. NCDC 3rd 5-year പ്ലാനിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. NCDC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു NCCTയെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓട്ടോണോമസ് സൊസൈറ്റി ആണെന്ന്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചോദ്യം പ്രതീക്ഷിക്കാം, NCDC എന്താണെന്ന് ചോദിക്കാം. NCDC എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. ഏതിൻ്റെ കീഴിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ് 1963 വന്നിട്ടുള്ള NCDC എന്ന് പറയുന്നത്. അതുമാത്രമല്ല NCDCയെ പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. NCDCയുടെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് ജനറൽ കൗൺസിലാണ്. 51 മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ജനറൽ കൗൺസിലാണ് സുപ്രീം ബോഡി എന്ന് പറയുന്നത്. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറേയുണ്ട്, വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയൊക്കെ പറയാം. ഇനി 69-ാമത്തെ ചോദ്യം. ബേർഡ് ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ. ബേർഡ് BIRD. ബേർഡ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്താണ് ബേർഡിൻ്റെ ഫുൾ ഫോം? ബേർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ബേഡിന്റെ ഫുൾ ഫോം. ബേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതും പ്രൊമോട്ട് ചെയ്തതും ആരാണെന്നാണ് ചോദ്യം. ഉത്തരം നബാർഡ്. ബേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് ആരാണ്? നബാർഡാണ്. ബേഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1984 ഇതെന്ന് പറയുന്നത് ബേഡ് എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിന് കീഴിലാണ് ബേഡ് നിലവിൽ വന്നിട്ടുള്ളത്. ബേഡ് എന്താണ്? ബേഡ് വന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബേഡ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്, റിസർച്ച്, കൺസൾട്ടൻസി സർവീസുകൾ, അതായത് അഗ്രികൾച്ചറൽ, റൂറൽ ഡെവലപ്മെന്റ്, ബാങ്കിങ് ഏരിയ, ഈ 3 മേഖലകളിലുമുള്ള ട്രെയിനിങ്, റിസർച്ച്, അതുപോലെ തന്നെ കൺസൾട്ടൻസി സർവീസുകൾ ഇത് ഫോർമുലേറ്റ് ചെയ്ത് ഫങ്ഷനിങ് ചെയ്യുക എന്നുള്ളതാണ് ബേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ബേഡ് നിലവിൽ ഉള്ളത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലക്നൗ, ഉത്തർപ്രദേശിലാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യം ബേഡിനെ പറ്റി പറയാനുള്ളത്. വർഷം ഓർത്തിരിക്കുക 1984. റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അഥവാ റൂറൽ ഡെവലപ്മെന്റ് ഏരിയയിലും ബാങ്കിങ് ഏരിയയിലും അഗ്രികൾച്ചറിലും ഒക്കെയുള്ള ഫങ്ഷനിങ്ങിനെ പറ്റിയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഏജൻസി സർവീസുകളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബാർഡ് ബേഡ് എന്ന് പറഞ്ഞ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1984 നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് 70ാമത്തെ ചോദ്യമാണ്. പ്രകാശ് ബക്ഷി കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ടിംഗ്. പ്രകാശ് ബക്ഷി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 2013. പ്രകാശ് ബക്ഷി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് 2013. ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത് ജൂലൈ 2012. പ്രകാശ് ബക്ഷി കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത് ജൂലൈ 2012. RBI ആണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള 3 ടയർ ഷോർട്ട് ടൈം കോപ്പറേറ്റീവ്സിനെ പറ്റിയൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രകാശ് ബക്ഷി കമ്മിറ്റി വന്നത്. ഇവർ റിപ്പോർട്ട് വെച്ചത് 2013 ജനുവരി 23. ഓക്കെ ആണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം റെക്കമെൻഡേഷൻസ് ഒക്കെ നോക്കാനുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അടുത്ത 71ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഓഫ് ഓർഗനൈസിംഗ് പ്രോഗ്രാം ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ ബോഡിയാണ്. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ ബോഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഉത്തരം NCCT ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. നേരത്തെ ഒരു ചോദ്യത്തിൽ NCCTയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരുന്നു. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. NCCT ഈസ് ദ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് പ്രോഗ്രാം ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. ഓക്കെ. അടുത്തത് 72ാമത്തെ ചോദ്യം. ബേസിക് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1964. 1964. വർഷങ്ങൾ നോക്കിയിരിക്കുക. ഫങ്ഷണൽ സൊസൈറ്റീസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ സൊസൈറ്റികളും. നമുക്കറിയാം ഹാൻഡിക്രാഫ്റ്റ്, റബ്ബർ ബോർഡ്, റബ്ബർ മാർക്ക്, അപ്പെക്സ്, അങ്ങനെ ഹാൻഡെക്സ്, അങ്ങനെ കുറേ അധികം സൊസൈറ്റീസ് ഉണ്ട്. ഈ സൊസൈറ്റികളുടെ എല്ലാം വർഷം പഠിച്ചിരിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ക്ലൂ ഒക്കെ വെച്ച് പഠിച്ചിരിക്കുക. ഞാൻ നോക്കട്ടെ, ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ഓർത്തിരിക്കാനുള്ള ട്രിക്ക് വെച്ചിട്ട് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള സൊസൈറ്റികളുടെയൊക്കെ വർഷങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നത് 1964. അടുത്തത് 73ാമത്തെ ചോദ്യം. ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് ചോദ്യമാണ്. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ICAയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് എന്നാണ് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. മാറിപ്പോയത്. ജൂലൈയിലെ ആദ്യ ശനിയാഴ്ചയാണ് കോപ്പറേറ്റീവ്സിന്റെ ഇന്റർനാഷണൽ ഡേ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ദ ഇയർ ഇൻ വിച്ച് ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ബൈ ICA കൂപ്പ്
വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ICA നമ്മുടെ കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മാർക്കിൻ്റെ പേരാണ് കൂപ്പ്. അത് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 2013. ഉത്തരം 2013. 2013 ഉത്തരം വരുന്ന മറ്റൊരു ചോദ്യം കൂടി നമ്മൾ പഠിച്ചിരുന്നു. പ്രകാശ് ബക്ഷി കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 അതുപോലെ തന്നെ കൂപ്പ് നിലവിൽ വന്നത് ICA ഒരു ഗ്ലോബൽ മാർക്ക് കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. കൂപ്പ് എന്നാണ് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും 2013. വർഷങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 75ാമത്തെ ചോദ്യമാണ്. ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ക്ലാസ് ആസ് പെർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്. സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏത് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്? പ്രോസസ്സിംഗ് ആണ് കേട്ടോ. പ്രോസസ്സിംഗ് സൊസൈറ്റിയിലാണ് ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൾപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു പ്രോസസ്സിംഗ് സൊസൈറ്റീസിൻ്റെ കീഴിലാണ് ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വരുന്നതെന്ന് പറഞ്ഞു. ഈ പ്രോസസ്സിംഗ് സൊസൈറ്റികൾ 3 ടയറായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, അതർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ഇതിൽ അതർ പ്രോസസ്സിംഗ് സൊസൈറ്റികളിൽ ഉൾപ്പെടുന്നതാണ് ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രോസസ്സിംഗ് സൊസൈറ്റികളിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി ഇത് ഇവിടെ തന്നിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ്. നമ്മുടെ ഓപ്ഷനകത്ത് കണ്ടോ, ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ്. അങ്ങനെ സൊസൈറ്റി ഉണ്ടോ? പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സൊസൈറ്റീസ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിലും അപ്പെക്സ് ലെവലും മിഡിൽ ലെവലും പ്രൈമറി ലെവലും ഉണ്ട്. അപ്പെക്സ് ലെവലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹാൻഡെക്സ്, കൊയർഫെഡ്, മത്സ്യഫെഡ്, സുരഭി, മിൽമ ഇങ്ങനെയുള്ള സൊസൈറ്റികളൊക്കെ അപ്പെക്സ് ലെവലിൽ വരും. അതൊരു പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. നോട്ട് ചെയ്യുക, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ് അപ്പെക്സ് ലെവലിൽ വരുന്നത്. ഹാൻഡെക്സ്, കൊയർഫെഡ്, മത്സ്യഫെഡ്, സുരഭി, മിൽമ. ഇനി മിഡിൽ ലെവലിൽ വരുന്നത് സെൻട്രൽ കൊയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഇതൊക്കെയാണ് മിഡിലിൽ വരുന്നത്. പ്രൈമറിയിൽ കുറേ അധികം വരുന്നുണ്ട്. പ്രൈമറി സൊസൈറ്റീസ് അല്ലേ, കുറേ അധികം ഉണ്ട്. വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കാർപ്പൻറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ബ്ലാക്ക് സ്മിത്ത്, കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, പോട്ടറി, അതുപോലെ തന്നെ മാറ്റ് വീവേഴ്സ്, ഫോറസ്റ്റ് ലേബേഴ്സ്, കാറ്റിൽ റെയർ, അങ്ങനെയുള്ള കുറേ പ്രൈമറി ആയിട്ടുള്ള സൊസൈറ്റീസൊക്കെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രൈമറി സൊസൈറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പെക്സ് ലെവലിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞു, കൊയർഫെഡ് ഒക്കെ വരും. മിഡിൽ ലെവലിൽ നമ്മുടെ കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ പോലെയുള്ള സൊസൈറ്റി, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വരും. പ്രൈമറിയിൽ വരുന്ന ഇത്യാദി ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ പ്രൈമറി വരുന്നതാണ്. അപ്പോൾ പ്രോസസ്സിങ്ങും നമ്മൾ പഠിച്ചു, മിഡിലും നമ്മൾ പഠിച്ചു. ഇനി മിസലേനിയസ് സൊസൈറ്റി, ഓപ്ഷൻ എ നോക്കി. മിസലേനിയസ് സൊസൈറ്റീസിൽ എന്തൊക്കെ വരും? മിസലേനിയസ് സൊസൈറ്റീസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മിസലേനിയസിൽ വരുന്നത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ്, ബെറ്റർ ലിവിങ് സൊസൈറ്റീസ്, ലിറ്റററി സൊസൈറ്റി, വെൽഫെയർ സൊസൈറ്റി. പിന്നെ രണ്ടാമത് വരുന്നത് കൊമേഴ്ഷ്യൽ സൊസൈറ്റീസ്, അതായത് ഇൻഷുറൻസ്, മോട്ടോർ ട്രാൻസ്പോർട്ട്, ഓട്ടോറിക്ഷ, അങ്ങനെയുള്ള സൊസൈറ്റികൾ, അവരുടെയൊക്കെ സൊസൈറ്റികളിലെ അതൊക്കെയാണ് കൊമേഴ്ഷ്യൽ സൊസൈറ്റികൾ. പിന്നെ അതറിനകത്ത് വരുന്നത് നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളതൊന്നും വരത്തില്ല. പിന്നെ എന്താണ്, ലിഫ്റ്റ് ഇറിഗേഷൻ സൊസൈറ്റികളില്ലേ അത്, പിന്നെ പ്രൊഡ്യൂസർ അപ്രൂവൽ ആൻഡ് കൺസ്യൂമർ സൊസൈറ്റി, ഇതൊക്കെ മിസലേനിയസിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷണൽ സൊസൈറ്റികളിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. ഇവിടുന്ന് 1-2 തവണയൊക്കെ ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി 76ാമത്തെ ചോദ്യമാണ്. നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് കോർപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് അബ്രോഡ്. നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് കോർപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്. ഇത് കോർപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ് എന്ന ബുക്കിൻ്റെ ഓതർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം CR ഫേ. ഉത്തരം CR ഫേ. ഇനി 77ാമത്തെ ചോദ്യം. ദ പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote വാസ് സജസ്റ്റഡ് ബൈ. ബേസിക് ചോദ്യമാണ്. 1 man 1 vote എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്തത് ആരാണ്?
മാഗ്ലഗാൻ കമ്മിറ്റിയാണ്. നോട്ട് ചെയ്യുക, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. മാഗ്ലഗാൻ കമ്മിറ്റിയാണ് 1 man 1 vote എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് 78ാമത്തെ ചോദ്യം, പെരിയാർ മിക്സ്ചർ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ്, എന്തിൻ്റെയാണ്? റബ്ബർ മാർക്ക്. പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്നത് എന്തിൻ്റെ ബ്രാൻഡ് നെയിമാണ്? റബ്ബർ മാർക്കിൻ്റെ ബ്രാൻഡ് നെയിമാണ് പെരിയാർ മിക്സ്ചർ. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അഥവാ PSPF ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം കേരള ബാങ്ക്. PSPFും SSPFും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേരള ബാങ്കാണ്. അടുത്തത് 80ാമത്തെ ചോദ്യം, കിസാൻ സേവ ഫണ്ട് വാസ് ഫോംഡ് ബൈ ഡാഷ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫാമേഴ്സ്. കിസാൻ സേവ ഫണ്ട് എന്തിനാണ്, ആരാണ് ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫാമേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു ഫണ്ടാണ് കിസാൻ സേവ ഫണ്ട്. അത് ആരാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഇഫ്കോയാണ് കിസാൻ സേവ ഫണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അടുത്തത് 81ാമത്തെ ചോദ്യമാണ്, നോക്കാം. പ്രൈസ് മെക്കാനിസം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് എക്കണോമിക് സിസ്റ്റം. ഏത് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്? പ്രൈസ് മെക്കാനിസം എന്താണ്? പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തത്, ക്രിപ്കോ വാസ് രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ് ആക്ട്. ഏത് ആക്ടിന് കീഴിലാണ് ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് ക്രിപ്റ്റോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 83ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ദ ICA's ഒഫീഷ്യൽ ഫ്ലാഗ് വാസ് ചേഞ്ച്ഡ് ഫ്രം റെയിൻബോ ഫ്ലാഗ് ടു റെയിൻബോ ലോഗോ ഫ്ലാഗ് ഓൺ വൈറ്റ് ഫീൽഡ്. അതായത് ഏത് വർഷമാണ് ഒഫീഷ്യൽ ഫ്ലാഗ്, ICAയുടെ ഒഫീഷ്യൽ ഫ്ലാഗ് റെയിൻബോ ഫ്ലാഗിൽ നിന്നും റെയിൻബോ ലോഗോ ഫ്ലാഗിലേക്ക് വിത്ത് വൈറ്റ് ഫീൽഡിലേക്ക് മാറിയത്? ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 2001. ICAയുടെ പഠിക്കുമ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഫ്ലാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോഡ് രൂപേണ പഠിക്കാനായിട്ടുള്ള ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തു തരാം. ഓക്കെ. ഇനി 84ാമത്തെ ചോദ്യം, ദ മെറിറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ്. ദ മെറിറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണ്? ഇറ്റ് റിമൂവ് എവിൾസ് ഓഫ് ക്യാപിറ്റലിസം, 1 man 1 vote പ്രിൻസിപ്പിൾ, സപ്പോർട്ട് ടു ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ്. ഇത് മൂന്നും മെറിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോയ് ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. അടുത്തത് 85ാമത്തെ ചോദ്യമാണ്, സെലക്ട് എ റോങ് വൺ വിച്ച് റിലേറ്റ്സ് ടു ഷൂൾസ് ടൈപ്പ് സൊസൈറ്റീസ് ഇൻ ജർമ്മനി. റോങ് വണ്ണായിട്ട് ഉള്ളതിനെ എലിമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷൂൾസ് ടൈപ്പ് സൊസൈറ്റീസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഷെയർ ഓൺ ലോ വാല്യൂ. ഇതാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് 86ാമത്തെ ചോദ്യമാണ്. ഇനി അടുത്തത് ആക്ട് ആൻഡ് റൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 86ാമത്തെ ചോദ്യം, ഷെഡ്യൂൾ 2 ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കൺസിസ്റ്റ് ഓഫ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969ൻ്റെ ഷെഡ്യൂൾ 2-ൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് ഷെഡ്യൂൾ 2-ൽ പറഞ്ഞിട്ടുള്ളത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1962-ന് 3 ഷെഡ്യൂളുകളും 3 അപ്പൻഡിക്സുകളും ഉണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഷെഡ്യൂൾ 1-നകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ് ഡൺ ബൈ PSC. അതായത് PSC നടത്തുന്ന അപ്പോയിൻമെൻറ്റ്സുകൾ അപ്പെക്സ് സൊസൈറ്റികളിലും സെൻട്രൽ സൊസൈറ്റികളിലും, ഏതൊക്കെ അപ്പെക്സ് സൊസൈറ്റികളിലും സെൻട്രൽ സൊസൈറ്റികളിലുമാണ് PSC അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നതിനെ പറ്റിയുള്ള ലിസ്റ്റാണ് ഷെഡ്യൂൾ 1-ൽ കൊടുത്തിട്ടുള്ളത്. ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചു, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇനി ഷെഡ്യൂൾ 3-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടൈം ലിമിറ്റിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 3-ൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പൻഡിക്സ് 1-ൽ നമ്മൾ നോക്കേണ്ടത്
എന്താണെന്ന് ചോദിച്ചാൽ SCയും CCയും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പൻഡിക്സ് 1 പറഞ്ഞിട്ടുള്ളത്. അപ്പൻഡിക്സ് 2 ഫോംസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്, അതായത് ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും സ്റ്റാഫ് പാറ്റേണും ഒക്കെ വെച്ചിട്ട് സൊസൈറ്റിയെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൻഡിക്സ് 3 ഇങ്ങനെ ഷെഡ്യൂളുകൾ 3 ഉണ്ട്, അപ്പൻഡിക്സുകൾ 3 ഉണ്ട്. ഇത് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് 87ാമത്തെ ചോദ്യം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ സൊസൈറ്റീസ് ആർ കോൾഡ് ആസ് ഡാഷ് സൊസൈറ്റീസ്. എന്താണ് ഉത്തരം? ഉത്തരം വന്നിരിക്കുന്നത് ഫെഡറൽ സൊസൈറ്റി. ഫെഡറൽ സൊസൈറ്റികളുടെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫെഡറൽ സൊസൈറ്റി എന്താണ്? ഒരു സൊസൈറ്റിക്ക് മോർ ദാൻ 1 ഡിസ്ട്രിക്ട്സിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസും മറ്റുള്ള സൊസൈറ്റികളുമായിരിക്കും. അങ്ങനെയുള്ളത് ഏത് തരം സൊസൈറ്റികളാണ്? ഫെഡറൽ സൊസൈറ്റികളാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് KCS ആക്ടിൻ്റെ സെക്ഷൻ 2 കുറേ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് ഓരോ സൊസൈറ്റികളെ പറ്റിയുള്ളതും. അതിലിപ്പം അമെൻഡ് ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പഠിക്കണം. വരും ദിവസം അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഇനി അടുത്തത് 88ാമത്തെ ചോദ്യം. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഇൻഡിവിജ്വൽ. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ നോട്ട് ലെസ് ദാൻ 25 persons ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി. ദ എക്സ്പ്രഷൻ മെമ്പർ ഓഫ് ദ ഫാമിലി ഷാൾ നോട്ട് ഇൻക്ലൂഡ്. ഏതാണ് ഉത്തരം വരുന്നത്? അങ്കിൾ എന്നതാണ് ഉത്തരം വരുന്നത്. അതായത് ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സൊസൈറ്റിയുടെ രജിസ്ട്രേഷനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? രജിസ്ട്രേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ പെട്ടിട്ടുള്ള 25 പേരിൽ കുറയാത്ത അംഗങ്ങൾ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിൽ ഒപ്പുവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കുടുംബാംഗങ്ങൾ, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ പറ്റില്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ പറ്റില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബാംഗം എന്നതിൽ ഉൾപ്പെടാത്തത് ഏത് കേസാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് അങ്കിൾ എന്ന കേസാണ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്ത ചോദ്യം. യൂസ് ദ വേർഡ് കോർപ്പറേഷൻ ബിക്കം സ്റ്റാറ്റ്യൂട്ടറി ആസ് പെർ. ഉത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912. Use the word corporation becomes statutory as per Cooperative Societies Act of 1912. അതായത് കോപ്പറേറ്റീവ്സ് അഥവാ സഹകരണം എന്ന പദത്തിൻ്റെ ഉപയോഗം നിയമാനുസൃതമാക്കിയത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരമാണ് കേട്ടോ. അടുത്തത് 90ാമത്തെ ചോദ്യമാണ്. Every cooperative society shall be affiliated with the state cooperative union. The affiliation fee shall be calculated on the basis of. അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അഫിലിയേറ്റ് ചെയ്യണ സമയത്ത് അഫിലിയേഷൻ ഫീസ് നമ്മൾ അടയ്ക്കണം. ഈ അഫിലിയേഷൻ ഫീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്? എല്ലാ സൊസൈറ്റിക്കും ഒരേ അഫിലിയേഷൻ ഫീസ് അല്ല. ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ മാറുന്നതനുസരിച്ച് അഫിലിയേഷൻ ഫീസും മാറാറുണ്ട്. അത് ഏതിൻ്റെ ബേസിലാണ് അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ. ആൻസർ വരുന്നത് ഷെയർ ക്യാപിറ്റൽ. ഒരു സൊസൈറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്തിരിക്കുന്ന സൊസൈറ്റി, അതായത് സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിനെ ബേസ് ചെയ്താണ് അഫിലിയേഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? 90 ചോദ്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം. The quorum for meeting of Circle Cooperative Union is specified in. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ക്വാറം ഏത് റൂളിലാണ് അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? റൂള് 142 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ക്വാറത്തെ പറ്റി സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് 92ാമത്തെ ചോദ്യം. ഇഫ് ദ രജിസ്ട്രാർ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് final winding up of cooperative society is not possible due to distraction of records, he shall be cancelled the registration certificate as per. അതായത് 92ാമത്തെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
സൊസൈറ്റിയുടെ റെക്കോർഡ്സുകൾ ഡിസ്ട്രാക്ട് ചെയ്ത് അഥവാ നശിച്ചു പോവുകയാണെങ്കിൽ, നശിച്ചു പോയെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമാണ് ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ക്യാൻസൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഇഫ് ദ രജിസ്ട്രാർ ഈസ് ഓഫ് ദ opinion that final winding up of a cooperative society is not possible due to distraction of record, he shall cancel the registration certificate as per section. ഏത് സെക്ഷൻ? അതായത് ഒരു സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കോർഡുകൾ നശിച്ചു പോയത് മൂലം രജിസ്ട്രാർക്ക് ഫൈനൽ വൈൻഡിങ് അപ്പ് നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഏത് സെക്ഷൻ പ്രകാരം, ഏത് സെക്ഷൻ പ്രകാരമാണ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 74. സെക്ഷൻ 74. സെക്ഷൻ 74 എന്താണ്? ക്യാൻസൽ ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ക്യാൻസലൈസേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സെക്ഷൻ 74. ഇനി 93ാമത്തെ ചോദ്യം. ഡാഷ് ഷാൾ നോട്ട് ബി എ ഫങ്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. താഴെ തന്നിട്ടുള്ളതിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ ഫങ്ഷൻ അല്ലാത്തത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഫങ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം അപ്രൂവൽ ഓഫ് ബജറ്റ്. അപ്രൂവൽ ഓഫ് ബജറ്റ്. അടുത്തത് 94ാമത്തെ ചോദ്യം. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഷാൾ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് ജനറൽ ബോഡി എക്സെപ്റ്റ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് പവേഴ്സ് ഉണ്ട്. ഏത് പവേഴ്സ് ഒഴികെയുള്ള പവേഴ്സ് ഉണ്ട്? എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റിയുടെ പവർ, മാനേജിംഗ് കമ്മിറ്റിയുടെ എലക്ഷൻ നടത്തുക എന്നുള്ളത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ പവർ അല്ല. അതൊഴിച്ച് അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്, ഇതൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ പവേഴ്സ് ആണ്. അടുത്ത ചോദ്യം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കണ്ടക്ട് ഇലക്ഷൻ ടു ബി. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എലക്ഷൻ നടത്തുന്നത് ആരുടെയൊക്കെ ഇലക്ഷനാണ് അവർ നടത്തുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരുടെയൊക്കെ ഇലക്ഷനാണ് നടത്തുന്നതെന്നാണ്. ഏതിൻ്റെയൊക്കെ നടത്തും? മാനേജിംഗ് കമ്മിറ്റിയുടെ നടത്തും, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ നടത്തും, ഓഫീസ് ബെയറേഴ്സിനെ നടത്തും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോയ് ആണ് നമുക്ക് കറുപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഗിവിംഗ്. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെമ്പേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എംപ്ലോയീസിന് ബോണസ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം, ബോത്ത് എ ആൻഡ് സി. അടുത്തത്. ഇറ്റ് ഷാൾ ബി ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഓഫ് ഡാഷ് ടു ഗെറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. അതായത് വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും സൊസൈറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തണമെന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് സൊസൈറ്റിയുടെ ഓഡിറ്റ് വർഷത്തിൽ ഒരിക്കൽ നടത്തുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ ബി ഓഡിറ്റഡ് ബൈ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ട്സൻ്റ് ആണ് കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടത് ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകളാണ്. അടുത്തത് 99ാമത്തെ ചോദ്യം. ആസ് പെർ സെക്ഷൻ 28AA of KCS Act, the committee of the Urban Cooperative Bank, this shall be reserved not less than dash seat in the committee of such bank for member who possess experience in banking or professional qualifications. അതായത് ചോദ്യം ഇതാണ്. നമ്മുടെ KCS ആക്ട് സെക്ഷൻ 28AA പ്രകാരം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കമ്മിറ്റിയിൽ ബാങ്കിങ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഉള്ള ആളുകളുടെ അവർക്ക് വേണ്ടിയിട്ട് എത്ര സീറ്റുകൾ കുറയാതെ മാറ്റി വെക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അതായത് നമ്മുടെ KCS ആക്ട് സെക്ഷൻ 28AA പ്രകാരം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കമ്മിറ്റിയിൽ ബാങ്കിങ് എക്സ്പീരിയൻസോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ ഉള്ള അംഗങ്ങൾക്കായി ഡാഷിൽ കുറയാത്ത സീറ്റുകൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സീറ്റുകൾ മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 2 സീറ്റുകൾ. ബാങ്കിങ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ബാങ്കിങ് എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള 2 സീറ്റിൽ കുറയാത്ത ഇത് അവർക്ക് വേണ്ടിയിട്ട് അംഗങ്ങൾക്കായിട്ട് മാറ്റിവെക്കണമെന്നാണ് സെക്ഷൻ 28AA പ്രകാരം KCS ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കേസിലാണ് കേട്ടോ. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കമ്മിറ്റിയുടെ കേസിലാണ്. അടുത്തത് 100ാമത്തെ ചോദ്യം. ഓൺ ഡിസ്പ്യൂട്ട് referred to cooperative arbitration court, it shall be pass an award with it. അതായത് ഒരു ഡിസ്പ്യൂട്ടിൽ ആർബിട്രേഷൻ കോർട്ട് അവാർഡ് പാസ്സാക്കേണ്ടത് എത്ര നാളിനുള്ളിലെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 1 ഇയറിനുള്ളിലാണ് ഡിസ്പ്യൂട്ടിന് അവാർഡ് പാസ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം. ഡാഷ് ഷാൽ നോട്ട് ബി ദ റീസൺ ഫോർ ലിക്വിഡേഷൻ. ലിക്വിഡേഷന് റീസൺ അല്ലാതെ വരുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് വർക്കേഴ്സ് മെമ്പർ ഫോൾ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. അതായത് മെമ്പർ സൊസൈറ്റികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൊസൈറ്റികളുണ്ടല്ലോ നമ്മുടെ ഈ ക്വയർ അങ്ങനെയൊക്കെയുള്ള സൊസൈറ്റികളിൽ അതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റികളിൽ അവരുടെ മെമ്പേഴ്സിൽ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 10 അംഗങ്ങൾ ഉണ്ടായിരിക്കണം, 10 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ താഴെ മെമ്പേഴ്സ് വരികയാണെങ്കിൽ എന്താണ്, അതൊരു ലിക്വിഡേഷന് കാരണമാകത്തില്ല എന്നാണ് ചോദ്യം. ഡാഷ് ഷാൽ നോട്ട് ബി എ റീസൺ ഫോർ ലിക്വിഡേഷൻ. ബാക്കി തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലിക്വിഡേഷന് കാരണമാണ്. ലിക്വിഡേഷന് പ്രിസ്ക്രൈബ്ഡ് വർക്കർ മെമ്പറിലും പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കുറഞ്ഞു പോയാലും അത് ലിക്വിഡേഷന് കാരണമാകില്ല. ബാക്കിയുള്ള ഓപ്ഷൻ A, B, C ഇത് 3ഉം ലിക്വിഡേഷന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇനി 102ാമത്തെ ചോദ്യം. ഡാഷ് ഷാൽ ഫിക്സ് ദ പേ ആൻഡ് അലവൻസ് ഓഫ് എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എംപ്ലോയീസിൻ്റെ പേ ആൻഡ് അലവൻസ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ആണ് കേട്ടോ. ഗവൺമെൻറ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ എംപ്ലോയീസിൻ്റെ അലവൻസും ആനുകൂല്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ there are dash members representing അപ്പെക്സ് സൊസൈറ്റി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ അപ്പെക്സ് സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് എത്ര മെമ്പേഴ്സ് വേണം? 3 മെമ്പേഴ്സാണ് കേട്ടോ. 3 മെമ്പേഴ്സാണ് വേണ്ടത്. അടുത്ത ചോദ്യം. ആസ് പെർ റൂൾ 31 ഓഫ് KCS റൂൾ ഡാഷ് ഷാൾ നോട്ട് ബി പെർമനൻറ്റ് രജിസ്റ്റർ. KCS റൂളിൻ്റെ റൂള് 31 പ്രകാരം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് പെർമനൻറ്റ് രജിസ്റ്റർ അല്ലാത്തത്? ഉത്തരം ചിട്ടി ലെഡ്ജറാണ് കേട്ടോ. ചിട്ടി ലെഡ്ജർ പെർമനൻറ്റ് രജിസ്റ്റർ അല്ല. അടുത്തത്. ഇൻ ദ പ്രോസസ് ഓഫ് ഇലക്ഷൻ എനി കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് വിൽ ബി എൻ്റർടൈൻഡ് ബൈ. ഇലക്ഷൻ്റെ സമയത്ത് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കിട്ടിയാൽ ആരിലേക്കാണ് ആ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇലക്ട്രൽ ഓഫീസർ. ഇലക്ട്രൽ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിക്കുക എന്നുള്ളത്. അടുത്തത്. ഡിക്ലറേഷൻ ഫോർ ക്രിയേറ്റിംഗ് ഗെഹാൻ ഷാൽ ബി ഇൻ ഫോം. ഗെഹാൻ ഫോം ചെയ്യുന്ന ഗെഹാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിക്ലറേഷൻ പറഞ്ഞിട്ടുള്ള ഫോം നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോം നമ്പർ 8A ആണ് കേട്ടോ. ഫോം നമ്പർ 8Aയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിക്ലറേഷൻ ഓഫ് ക്രിയേറ്റിംഗ് ഗെഹാൻ ആണ്. അടുത്തത്. ഡാഷ് ഷാൾ യൂട്ടിലൈസ് ദ എൻറ്റയർ പോർഷൻ ഓഫ് റിസർവ് ഫണ്ട് വിത്തൗട്ട് എനി സാങ്ഷൻ. അതായത് നമ്മുടെ റിസർവ് ഫണ്ട് സാങ്ഷൻ ഇല്ലാതെ മുഴുവനായും യൂട്ടിലൈസ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ലിക്വിഡേറ്റർക്കാണ്. ഉത്തരം ലിക്വിഡേറ്റർ. അടുത്ത ചോദ്യം. ദ അവാർഡ് ആസ് പെർ സെക്ഷൻ 70 ഷാൽ ബി ഫോർവേഡഡ് ടു. സെക്ഷൻ 70 പ്രകാരം അവാർഡ് ഫോർവേഡ് ചെയ്യുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓൾ ഓഫ് ദി എബോവ്.
ഓൾ ഓഫ് ദി എബോവ്. ആർക്കൊക്കെ കൊടുക്കാം അവാർഡ്? പ്ലെയിൻറ്റിഫിന് കൊടുക്കാം, റെസ്പോണ്ടൻസിന് കൊടുക്കാം, രജിസ്ട്രാർക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം, ഡാഷ് ഷാൾ ഡിസൈഡ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ ഡിഫോൾട്ടർ ടു ബി പ്രൊസീഡഡ് ഫസ്റ്റ്. ഡിഫോൾട്ടറുടെ ഏത് പ്രോപ്പർട്ടിയാണ് ആദ്യം പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഡിക്രി ഹോൾഡർക്കുണ്ട് കേട്ടോ. ഡിക്രി ഹോൾഡർ ആണ് തീരുമാനിക്കുന്നത് ഡിഫോൾട്ടറുടെ ഏത് പ്രോപ്പർട്ടിയാണ് ആദ്യം പ്രൊസീഡ് ചെയ്യാനായിട്ട് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഡിക്രി ഹോൾഡർക്കാണ്. അടുത്ത ചോദ്യം, ഇഫ് എനി സൊസൈറ്റി cannot adopt staff pattern as per rule 188 due to financial position, dash may work in honorary capacity. അതായത് ഹോണററി കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ റൂള് 188 പ്രകാരം പറഞ്ഞിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ, ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ വെച്ചിട്ട് ഹോണററി കപ്പാസിറ്റിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? ഓപ്ഷൻ സി, മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സിനാണ്. ഉത്തരം മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ആക്ട് ആൻഡ് റൂൾസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടൻസിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാവുന്നതാണ്. ഏത് വിധത്തിൽ ക്ലാസ് എടുക്കണം, എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്താൽ അതുപോലെയുള്ള ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്